എന്റെ ബർത്ത്ഡേ വ്ളോഗ്. ഓക്കെ, സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് വ്ളോഗ്. അതെ, എൻ്റെ സ്വന്തം ബർത്ത്ഡേക്ക് ഞാനല്ലാതെ വേറെ ആരും വ്ളോഗ് എടുക്കാനാ? ഇനി വ്ളോഗ് എടുത്താലും അത് എൻ്റെ ഹോൾ ഡേ കവർ ചെയ്യാൻ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? എനിക്കല്ലാതെ. അങ്ങനെ അമ്മയ്ക്ക് ബൈ ഒക്കെ കൊടുത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് ഫസ്റ്റ് വിഷൊക്കെ വാങ്ങിയിട്ട് ഞാൻ ആലുവയ്ക്ക് പോവുകയാണ്. 3 PM ഒരു ട്രെയിനുണ്ട് ഫ്രം തുറവൂർ ടു ആലുവ. അപ്പോൾ ഒരു 2-3 ഇയേഴ്സായിട്ട് ഞാനും ഋഷിയും ഒരുമിച്ചാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ തേഴ്സ്ഡേ അതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും ഋഷിക്ക് ലീവ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു ആലോചിക്കുക എന്ന്. വണ്ടി കയറി ഫോണൊക്കെ മാറ്റി വെക്ക്. ക്യൂട്ടായിരുന്നല്ലോ, പെട്ടെന്ന് സിഗ്നൽ. എന്താ ഋഷി നിനക്ക്? എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. പിന്നെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകത കൂടെയുണ്ട്. ദിസ് വിൽ ബി ദ ലാസ്റ്റ് ബർത്ത്ഡേ ബിഫോർ മാരേജ്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ കണ്ടിട്ടൊരു 1 വീക്കോളമായി. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മിസ്സിങ്ങും കാര്യങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാവാറില്ല. പക്ഷേ എപ്പോൾ കണ്ടാലും ആ ഒരു ഫസ്റ്റ് കുറച്ച് ദിവസം കാണാതിരുന്ന് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് രണ്ടാളുടെയും ഫേസിൽ വരും. ഞാനത് എപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയാലും ഋഷി അപ്പം സിഗ്മയാകും. എന്നിട്ട് നമ്മൾ നേരെ ആലുവയിലുള്ള ക്വാളിറ്റി ബേക്കേഴ്സിലോട്ടാണ് വന്നത്. അതിന് ആക്ച്വലി ശരിക്കും ഒരു കഥയുണ്ട്. അതായത് 2 ഇയേഴ്സ് ബാക്ക് നമ്മളൊരു ട്രിപ്പ് പോയി മൂന്നാറിലോട്ട് വിത്ത് മൈ ക്വിസാറ്റ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ചക്കയുടെ ഫ്ലാറ്റിൽ പോയപ്പോൾ സന്ദീപ് വന്നൊരു കേക്ക് ബോക്സ് കൊണ്ടുവന്നു. ആ കേക്ക് ഞാനൊരു കേക്ക് പേഴ്സണേ അല്ലായിരുന്നു ആ സമയത്ത്, എങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അന്ന് ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചതാണ്. ആൻഡ് ഐ ഫൗണ്ട് ദറ്റ് ഫോട്ടോസ് ദ ഡേ ബിഫോർ ഐ വെൻറ്റ് ടു ആലുവ. ഇതാണ് ആ ഫോട്ടോസ്. അപ്പോൾ ഞാൻ ഋഷിയെടുത്ത് പറഞ്ഞു എനിക്കത് കേക്ക് വേണം. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് ഐ ഗോട്ട് ദറ്റ് കേക്ക് ദ ഡേ ബിഫോർ മൈ ബർത്ത്ഡേ. പിന്നെ നമ്മൾ നൈറ്റ് മന്തി കഴിക്കാൻ അൽഡ്രീമിൽ പോയി. അവിടെ തിരക്കായതുകൊണ്ട് നേരെ ടർക്കിഷ് മജ്ലിസിൽ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ബട്ട് ഐ ഹവ് സീൻ ദിസ് ഇൻറ്റീരിയർ സംവെയർ അറൗണ്ട് ഇൻസ്റ്റഗ്രാം. ഞാനും ഋഷിയും ഗൂഗിൾ കണ്ണനും ഐഷുവും അബീറും സുലുവും നമ്മൾ 6 പേരും കൂടിയാണ് മന്തി കഴിക്കാൻ പോയത്. ആൻഡ് വി വെർ സോ ഹംഗ്രി ആൻഡ് വി ആർ വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദ ട്രെയിൻ ടു ഗെറ്റ് ദറ്റ് മജ്ലീസ് കൈൻഡ് ഓഫ് ഏരിയ. ഫൈനലി വി ഗോട്ട് എ പ്ലേസ് ആൻഡ് ഇറ്റ് വാസ് എ വെരി ഹ്യൂജ് റൂം. നിയർലി ഒരു 15-16 പീപ്പിളിന് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാമോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നാൽ. ഇവിടെ ഇരുന്ന് കഴിക്കണോ കിടന്ന് കഴിക്കണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു എല്ലാവർക്കും. അത്രയ്ക്ക് കംഫർട്ടബിളായിരുന്നു. ഫുഡ് എത്തി. ഋഷി അറിയാവുന്നവർക്ക് അറിയായിരിക്കും ഋഷിയും മന്തിയും തമ്മിലുള്ള ബന്ധം. ആൻഡ് ദിസ് ഇസ് ഹിസ് റിയാക്ഷൻ ആസ് ഓൾവേസ്. ഇത് എന്ത് അൽഫാമാണെന്ന് എനിക്കറിയില്ല. പീസ് ഞാൻ ഇങ്ങനെ കഴിക്കണം ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവൻ ഇങ്ങനെ കളിയാക്കുന്നു. ഇവിടെ എന്റെ പ്രൈവസി ഇല്ലാത്ത. അതെ, ഗൂഗിൾ കണ്ണൻ തീരെ ഇഷ്ടമല്ല ഞാൻ ഫോട്ടോസോ വീഡിയോസോ എടുക്കുന്നത്. ഞാനല്ല, ആരെടുക്കുന്നവരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം കല്യാണത്തിൻ്റെ ഫോട്ടോസ് വരെ ഭയങ്കര കുറവാണ്. അതിലും പുറത്ത് വിട്ടേക്കുന്നത് അതിലും കുറവ്. പിന്നെ നമ്മൾ നേരെ ഇറങ്ങി. ഇപ്പം തന്നെ ഒരു 11 o'clock ഒക്കെ കഴിഞ്ഞു. 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യാം എന്നുള്ള പ്ലാനായി. പുറത്ത് എവിടെയെങ്കിലും പോവാം എന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഖവാലിയുടെ അവിടെയുള്ള ബ്രിഡ്ജിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ലൈറ്റ് ഉണ്ടായില്ല, പക്ഷേ കാറിൻ്റെ ലൈറ്റും ഫോണിൻ്റെ ഫ്ലാഷും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എനിക്കറിയായിരുന്നു കേക്ക് കട്ടിങ് ഉണ്ട്, പിന്നെ ഇവരെല്ലാവരും ഉണ്ടാകും, 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യും എന്നൊക്കെ. കേക്ക് എടുത്തോ സെറ്റ് ചെയ്യാം. 10 മിനിറ്റ് കൂടെ ഉള്ളു. ആ സൈഡ് കൊണ്ടുവാ. അപ്പുറ സൈഡ് അല്ലേ? ഇവിടുന്നൊരു സാധനമുണ്ട്. ആ ഓക്കെ. ഇത് റെഡ് വെൽവെറ്റ് ആണോ? ആണാണ്. ഹാപ്പി ബർത്ത്ഡേ പാറു. ഓക്കെ. പിക്ക് എടുത്തോ. കേക്കിന്റെ
അല്ലേ എവളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു, ഞാനില്ല. എടാ ഇത് വീഡിയോയാ, വീഡിയോ ആണോ ഇത്? വീഡിയോ ആണോ? എടാ അവരെ തോട്ടിൽ കളഞ്ഞ മോഗിലെത്തോടാ. അയ്യോ And I was so happy. I got കുറേ nice photos. ആ കാർ കൊടുത്തോ? കത്തി കൊണ്ടേ കൊടുക്ക്. ഐശ്വര്യയുടെ ഫോണല്ലേ? ഫ്ലാഷ് ഇട്. എനിക്ക് ടെൻഷൻ ആവുന്നു. എനിക്ക് റഷീദിന്റെ ഫോൺ തന്നെ. നീ അവിടെ ഫ്ലാഷ് ഇട്ടേക്കുവാ. ഇവിടെ ഉള്ള എല്ലാ ഫോണും ഫ്ലാഷ് ഇട്ടു. ഇതെന്തിനാ? അല്ല ആ സമയം ഒന്ന് കാണാൻ. ഫ്ലാഷ് ഓഫ് ആക്കി. സമയം ആയില്ലേ? ആയില്ലേ? അബീറ ബാക്കി വേടാ. കാക്കയാണ് എടുക്കുന്നത്. ഒരു മിനിറ്റ് കാണാനാ. ആരോ വിളിക്കുന്നടാ. ചെക്കൻ ഫീലായി. ഫസ്റ്റ് വിഷയം വിളിച്ചതാ. കട്ട് ചെയ്ത് ഒന്നുമില്ലല്ലോ, അതില് ഫ്ലാഷ് ആവുന്നില്ല. അയ്യോ വീഡിയോ ടൈം മെഷീൻ. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. കട്ട് ചെയ്തില്ലേ? സന്തോഷ സൗണ്ട് പോയില്ലെങ്കിൽ കട്ട് ചെയ്തില്ല. ആ കട്ട് ചെയ്തു. Happy birthday, Paru. Happy birthday, Happy birthday, Paru. രോഹിണി. നീ രോഹിണിയാ? ചെറിയ പീസ് എടുത്താ മതി. അല്ല അവള് കെട്ടി. അല്ല ലൈറ്റ് അടിക്കാൻ ക്യാമറ പോടാം. അല്ല കുഴപ്പമില്ല, കുറച്ച് ആർട്ടിഫിഷ്യൽ മധുരം കൂടുതലാന്ന്. ഒരു പുളി ഉണ്ടല്ലേ? ആ തണുപ്പ് അലിഞ്ഞു പോയണ്ടേ? അല്ല ചെക്കന്റെ ഫോൺ എടുത്തോട്ടെ. അല്ല എന്റെ കേക്ക് കട്ട് ചെയ്തു. എനിക്ക് വീഡിയോ എടുക്കാറ്. ഗോപി എല്ലാരും കാണിച്ച വേഗം ഗൂഗിൾ ചന്ദ്രൻ പോയി. നേരെ വെക്കണേ കഴുതേ. അല്ല ഇവര് കാണണ്ടേ എല്ലാരും. ഒന്നുകൂടി ഹാപ്പി ബർത്ത്ഡേ പറ എല്ലാരും കൂടെ. ആ ഓക്കെ താങ്ക് യു ബൈ. ലൈക്ക് ഷെയർ വീഡിയോ. ആ ഒരു മിനിറ്റ് ഞാൻ ഋഷിയുടെ ഫോൺ നൽകാം. ഇപ്പോഴാണ് എന്നെ കാണുന്നത്. ഇപ്പോഴാണ് എന്നെ കണ്ടത്. അതേതാ ആംബുലൻസ് കൊണ്ടുപോകുന്നില്ല, രണ്ട് സൈഡും പിന്നലടിക്കുന്നു. അല്ല എന്റെ കേക്ക് കട്ട് ചെയ്തു. പരിപാടിക്ക് ഋഷി ഒന്നുമില്ല കേക്കാ സഫ. ഇവരൊക്കെ ഉണ്ട് ഇവിടെ. ഇവരെ കാണാവോ? കാണത്തൊന്നുമില്ല. നാളെ നീ കുനിഞ്ഞു പോന്നേക്ക് യൂട്യൂബ് വീഡിയോ കുനിഞ്ഞു പോകും.
പൂത്തോട്ടന്റെ കുറ്റം പറയുന്നതൊക്കെ എനിക്ക് പറയാം. നിന്റെ പല്ല കേക്ക് ഇരിപ്പുണ്ട്. അൽഫോൺസ് പുത്രൻ ഇപ്പൊ വന്നു. കേക്കല്ല, ചോക്ലേറ്റാ. ആ ചോക്ലേറ്റ് എടുത്തു. അത് കൊടുക്കടാ. ഓ, എന്റെ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയില്ല. ശരി എന്നാ ബൈ. അപ്പുറത്തേക്ക് അവരെ ഒഴിവാക്കി. അല്ല അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇട്ടേക്കുന്നത് മഞ്ഞ ബില്ല് ഇളക്കിയിട്ടില്ല, പൈസ അയച്ചു തന്നാൽ മതി. എനിക്കറിയാം, കൊള്ളാം. കെട്ടിപ്പിടിക്ക്. ഇപ്പൊ ഞാൻ പുഴയെ കിടന്നേനെ. അല്ല, അവൻ നീന്തൽ പിടിക്കൂല ഇവിടെ കിടന്ന്. വണ്ടി എടുത്ത് പോയപ്പോരെ. അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ബ്രിഡ്ജിൻ്റെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ വെറുതെ നടന്നു. അബീറും സുലുവാണ് നമ്മളെ ഈ സ്പോട്ടിലോട്ട് കൊണ്ടുവന്നത്. അത് ശരിക്കും വേർത്തായിരുന്നു. അത്രയും തിരക്ക് കുറഞ്ഞൊരു റോഡും ചെറിയ കാറ്റും ഒരു ചെറിയ തണുപ്പും പിന്നെ നല്ലൊരു മൂണുണ്ടായിരുന്നു അന്ന്. കുറച്ച് ക്ലൗഡി ആയിരുന്നെങ്കിലും നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഋഷി ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാനുള്ള കഷ്ടപ്പെടില്ല. ഏത് ഫോട്ടോ ഇടണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ. എൻ്റെ അടുത്ത് ചോദിച്ചു. അവസാനം ഞാൻ പറഞ്ഞ ഫോട്ടോ തന്നെയായിട്ട്. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് ട്രിവാൻഡ്രത്തോട്ട് ട്രെയിൻ കയറാനുള്ള സമയമായി. ട്രെയിൻ കുറച്ചധികം ലേറ്റായിരുന്നു. ഒരു 2:30-3 മണിയായി വരാൻ. ഋഷി പിന്നെയും പോക്കി മോഡ് മാറി സിഗ്മ മോഡിലോട്ട് പോയിരിക്കുകയാണ്. ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട് അവൻ്റെ ഒരു ചിരി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചൊക്കെ കിട്ടി, എന്നാലും കൊന്നാലും തരൂല്ലടി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡില്ല ഋഷി ഇപ്പോൾ. അന്ന് ഇതേപോലെ ഋഷിയുടെ വണ്ടി ശരിക്കും ഈ സൈഡിലായിരിക്കുന്നത്. അപ്പോൾ ഋഷി ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടി ചാടി കയറി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോയി. അതാ ഇപ്പോൾ പറഞ്ഞത്. എല്ലാവരും വിചാരിക്കും ഇവൻ എങ്ങനെ ഇപ്പുറത്തെ സൈഡിലെത്തിയെന്ന്. എന്നെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണിലോട്ട് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയെങ്കിലും വീഡിയോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എടുക്കുന്നില്ല. ഒരു 10 മിനിറ്റ് ആ ട്രെയിൻ ആലുവയിൽ ഇട്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് ഋഷിയും പോയില്ല, ഞാനും സീറ്റിലോട്ട് പോയില്ല. പയ്യെ ബൈ ഒക്കെ പറഞ്ഞ് പോവാമെന്ന് വിചാരിച്ചു. കുറച്ച് പാടാ ഈ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ദൂരെ ദൂരെ പോകുന്ന. പിന്നെ എപ്പോഴത്തേം പോലെ വലിയ വിഷമമൊന്നുമില്ല. ഋഷി കുറച്ച് നാളോടി കഴിയുമ്പം ട്രിവാൻഡ്രത്തോട്ട് തിരിച്ച് ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട്. ആൻഡ് വി ബോത്ത് ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. പിന്നെ ഒരു 1-2 മാസത്തിൽ കല്യാണമായി. പണ്ടൊക്കെ ഞാൻ എപ്പോഴും കരയുമായിരുന്നു. അത് ഭയങ്കരമായിട്ട് കരയുമായിരുന്നു, ഇട്ട് പോകുമ്പോൾ ഉള്ളൊരു ഫീല്. പക്ഷേ ഇപ്പം അത് തീരെയില്ല. ചിലപ്പം ഈ ഡേറ്റ്സ് ഒക്കെ അടുത്തത് കൊണ്ടായിരിക്കും. ഋഷി അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. പക്ഷെ പോണതിന് മുന്നേ ഒരു സർപ്രൈസ് അവൻ എനിക്ക് തന്നു. ദാ ഈ ഒരു ഐറ്റം. നമ്മൾ റിലേഷൻഷിപ്പായ സമയം തൊട്ടേ ഋഷി എനിക്ക് കുറേ ടോയ്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതിൽ ലൈറ്റുള്ള ടോയ്സാണ് കൂടുതലും. വേറെ എന്ത് സാധനം വാങ്ങിച്ചാലും എനിക്ക് ടോയ്സും ലൈറ്റ്സും കാണുമ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അത് വേറെ ഒരു ഫീൽ തന്നെയാണ്. പിന്നെ ഈ ഒരു സാധനം പ്രേമലുവിൽ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. അങ്ങനെ ഒരു 8 o'clock ഒക്കെ ആയപ്പം രാവിലെ ട്രിവാൻഡ്രത്തെത്തി. അങ്ങനെ കൊച്ചുവേളി ടു സ്കൈലൈൻ ഊബർ എടുത്തു. റൂമിൽ പോയി ബാഗൊക്കെ വെച്ച് ഫ്രഷ് ആയിട്ട് നേരെ ഓഫീസിലോട്ട്. ആസ് പാർട്ട് ഓഫ് ക്ലൈൻറ്റ് വിസിറ്റ് ഇൻ അത്തീൻ എനിക്കിന്നൊരു വൈറ്റ് ബോർഡ് സെഷൻ ഉണ്ട്. അത് ഞാൻ എടുക്കണം. ടൈം കിട്ടിയപ്പോൾ കുറച്ച് പ്രിപ്പയർ ചെയ്തു. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് എടുത്തു. താങ്ക് യു.
താങ്ക് യു. പിന്നെ ഗൗരിയുടെ വക ഒരു സർപ്രൈസ്. ഞാൻ ശരിക്കും ഞെട്ടി. അവൾക്കറിയാം എനിക്ക് ക്യൂട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. പ്ലീസ്. ഞാൻ എനിക്ക് തിന്നാൻ മേടിച്ചതാണ്, പിന്നെ എനിക്ക് വയ്യാണ്ടായി. താങ്ക്സ് പുത്തോട്ട്. താങ്ക് യു പുത്തോട്ട്. ആദ്യമായിട്ട് പുത്തോണ്ട് എനിക്കൊരു പുരസ്കാരം കിട്ടുന്നത്. താങ്ക് യു. താങ്ക് യു. അങ്ങനെ നമ്മൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു. ഫുഡ് കഴിക്കാൻ പോവാ. ഗോപിയും കൃഷ്ണയും ആമിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കണ്ട്. ഇത് ഗോപിയല്ലേ? താങ്ക് യു. ഡയലോഗ് 5 അടി 5 ബൈ. ഞാൻ പോവാ. പൂത്തോട്ടൻ ഈ ഗാലക്സി കാണിച്ചു തന്നു. സാംസങ് ഗാലക്സി ഉണ്ടംപൊരി 10 രൂപയുടെ ഗാലക്സി. അങ്ങനെ ഫുഡ് കഴിച്ച് റൂമിൽ പോയി. എന്നത്തെ പോലെ കറക്റ്റ് 10 ആയപ്പോൾ പബ്ജി കളിക്കാൻ കയറി. അപ്പോൾ പബ്ജി ഓപ്പൺ ചെയ്തപ്പോഴത്തേനും കിട്ടിയ വിഷായത്. മെയ് 12 സൺഡേ ആയി. അപ്പോഴാണ് ഋഷിയും ഫഫയൊക്കെ ട്രിവാൻഡ്രം എത്തിയത്. അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് സർപ്രൈസായി. ഇത്ര ദിവസമായില്ലേ. ഒരു കിറ്റ്കാറ്റ് പോലും ബാക്കിയില്ലല്ലേ. അന്നാണെങ്കിൽ അവിടെ ആമിയും രാഹുലും വർഷയും കൃഷ്ണയും അഭിജാത്തും ഗോപിയും ഫഫയും പൂത്തോട്ടും ഷാരോൺ ഷായും പിന്നെ ഋഷിയും ഞാനും അത്രയും പേര് അവിടെ ഉണ്ടായിരുന്നു. വെണ്ണില കൊമ്പിലെല്ലാം പണി. ചോക്ലേറ്റ്സിൽ ഞാൻ ആകെ കഴിക്കുന്നത് കിറ്റ്കാറ്റാ. അതുകൊണ്ടാണോ കിറ്റ്കാറ്റ് കേക്ക് വാങ്ങിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അതിലുണ്ടായിരുന്ന എല്ലാ കിറ്റ്കാറ്റും എല്ലാവരും എടുത്തിട്ട് പോയി. എനിക്കൊരു കിറ്റ്കാറ്റ് പോലും തന്നില്ല. പക്ഷെ കേക്ക് ഒന്നും പറയാനില്ല. അടിപൊളി കേക്കായിരുന്നു. ആ കേക്ക് അപ്പം തന്നെ കാലിയായി. സാധാരണ കുന്നിൽ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ പിന്നെ കുറേ നാളിരിക്കാറുള്ളതാണ്. പക്ഷേ എൻ്റെ കേക്കിന് ആ ഒരു അവസ്ഥ ഒന്നുമില്ല. Okay, that's all about my birthday 2025. And you know, when I close my eyes and revisit those moments, this is what I can see.